ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ മാരേജ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളായാലും ഒരു 30-35 വയസ്സാകുമ്പോഴാണ് അവർ സാധാരണ കല്യാണം കഴിക്കുന്നത്. ശരിക്കും ഒരു കറക്റ്റ് ഏജ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് ഏജ്? അതെ, കറക്റ്റ് ഏജ് ഓഫ് മാരേജ് എന്നുള്ളതല്ല അതിന്റെ. മാരേജ് എന്നുള്ള ഒരു ഭാഗം, കറക്റ്റ് ഏജ് ഓഫ് പ്രഗ്നൻസി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളുടെയൊക്കെ കോൺസെപ്റ്റിൽ പ്രഗ്നന്റ് ആവണമെങ്കിൽ മാരേജ് ആവണമല്ലോ. അതുകൊണ്ടാണ് ഈ ഏജ് ഓഫ് മാരേജിലേക്ക് നമ്മൾ പിന്നെയും വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കറക്റ്റ് ഏജിൽ പ്രഗ്നൻസി ആവാതിരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ അതിന് കണ്ടമാനം ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ പറയും ഇപ്പൊ ഗർഭപാത്രം ഉണ്ടാക്കിയത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയാണ്. ആ ഫംഗ്ഷൻ നിറവേറ്റില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ദൈവം ഉണ്ടാക്കി വെച്ചാൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഓരോ അവയവങ്ങൾക്ക് ഓരോ ഫംഗ്ഷൻ നിറവേറ്റിയില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ സ്ഥലത്ത് അടികിട്ടെന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സിമ്പിളായിട്ട് നമ്മളൊരു കൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കൈ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കൈ പതുക്കെ അട്രഫിക്കാക്കും. സത്യം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രഗ്നൻസി ആവുന്നത് കറക്റ്റ് സമയത്തല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് വേറെ കാര്യമാണെങ്കിലും ഇതും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ ഞങ്ങൾ കണ്ടമാനം കാണുന്നുണ്ട്. ഇപ്പൊ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെന്റർ സൺറൈസ് ഹോസ്പിറ്റലാണ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ എൻഡോമെട്രിയോസിസ് ഭയങ്കര കോമൺ ആണ്.